വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി ശ്രീമതി KB നഫീസ തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ഉള്ളറ കഥകൾ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങളായി കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ CPMൻ്റെ ലോക്കൽ സെക്രട്ടറി മുതൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ വരെയുള്ള മുഴുവൻ നേതാക്കന്മാരും തുടർച്ചയായി പത്രസമ്മേളനങ്ങൾ നടത്തി മറ്റത്തൂരിനെ പറ്റി മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് വടക്കാഞ്ചേരിയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച ജാഫർ മാഷ് അന്ന് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയതിൽ തെറ്റുപറ്റി എന്നുള്ള രീതിയിലാണ് ആദ്യഘട്ടത്തിലൊക്കെ പ്രതികരിച്ചിരുന്നതും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അദ്ദേഹം പങ്കെടുക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ അത് തെറ്റുപറ്റിയതല്ല എന്നും അത് കൃത്യമായൊരു ഓഫറിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ വോട്ട് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് ഇന്ന് ജാഫർ മാഷിൻ്റെ തന്നെ ഒരു ഓഡിയോ സന്ദേശം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുസ്തഫയുമായി സംസാരിക്കുന്ന ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. ആ ഓഡിയോ സന്ദേശത്തിൽ ജാഫർ മാഷ് വളരെ കൃത്യമായി പറയുകയാണ്, ഇത് ജീവിതം സുരക്ഷിതമാക്കപ്പെടുന്ന ഒരു ഓഫറാണ്. നോക്കൂ, ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെ ജീവിതം സുരക്ഷിതമാക്കുന്ന ഓഫറുകളുമായി എന്നു മുതലാണ് CPM സമീപിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഈ രാഷ്ട്രീയം നമ്മൾ ഇന്നലകളിൽ കേരളത്തിനകത്ത് പരിചിതമായൊരു രാഷ്ട്രീയമല്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പണക്കെട്ടുകളുമായി ജയിച്ചു വരുന്ന ജനപ്രതിനിധികളെ കയ്യിലെടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ നമ്മൾ നിരന്തരമായി കണ്ടിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ സമാനമായ ഒന്ന് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന കേരളത്തിലെ CPM ഉൾപ്പെടെ CPMൻ്റെ നേതാക്കന്മാരാരും അവിടെ വിലക്കെടുക്കപ്പെടാറില്ല, ആരും തന്നെ വില കൽപ്പിക്കാവുന്നൊരു സാഹചര്യത്തിലും ഉണ്ടാകാറുമില്ല. പക്ഷേ കേരളത്തിനകത്ത് CPM ഇത്തരത്തിലൊരു സമീപനം നടത്തുന്നതെന്ന് പറയുമ്പോൾ അതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തപ്പെട്ട തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റിൽ ഇത്തരത്തിലൊരു സമീപനം നടത്തുന്നെന്ന് പറയുമ്പോൾ എവിടെയാണ് ഇന്ന് അധികാരം തലയ്ക്ക് പിടിച്ച, അധികാരത്തിൻ്റെ എല്ലാ സുഖശീതളമായ സൗകര്യങ്ങളും തലയ്ക്ക് പിടിച്ച CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എത്തി നിൽക്കുന്നതെന്ന് കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ 50 ലക്ഷമാണ് ഓഫർ ചെയ്തിട്ടുള്ളത് എന്നാണ് ജാഫർ മാഷ് പറഞ്ഞത്. 26-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. സ്വാഭാവികമായി മനസ്സിലാക്കുന്നത് 26-ന് മുമ്പ് ആ പണത്തിൻ്റെ ഒരു ഗഡുവെങ്കിലും കൈമാറിയിട്ടുണ്ടാകുമെന്നുള്ളതാണ്. ആ പണം കിട്ടിയിട്ടില്ല എന്നോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഓഫർ ഇല്ലായിരുന്നുവെന്നോ ഇതുവരെ ജാഫർ മാഷ് പറഞ്ഞിട്ടില്ല. ആ ഓഡിയോ സന്ദേശം കൃത്യമാണ് എന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രതികരിക്കുകയും ചെയ്തു. CPMൻ്റെ നേതാക്കന്മാരുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ഞാൻ പറയുന്നു, CPMൻ്റെ ഉന്നതരായ നേതാക്കന്മാർ അറിയാതെ ഇത്ര വലിയൊരു ഡീല് നടത്താൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ എവിടെ നിന്നാണ് ഈ പണമുള്ളത്? ഈ പണത്തിൻ്റെ സോഴ്സ് എന്താണ്? ഈ പണത്തിൻ്റെ സോഴ്സ് കരുവന്നൂരിലെ കൊള്ളയുടെ ഭാഗമായ തൊണ്ടി മുതലാണോ എന്ന് പോലീസ് കണ്ടെത്തേണ്ടിയിരുന്ന, അന്വേഷണ സംഘം കണ്ടെത്തേണ്ടിയിരുന്ന ആ തൊണ്ടി മുതലായ പണമാണോ ഈ പണത്തിൻ്റെ സോഴ്സ് എന്ന് വ്യക്തമാക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ 50 ലക്ഷം ഓഫർ കൊടുത്ത് ഒരു CPM പോലൊരു പാർട്ടിക്ക് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റിന് വേണ്ടി 50 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇത് പരിശോധിക്കപ്പെടണ്ടേ? ഇത് പരിശോധിക്കപ്പെട്ടില്ലെങ്കിൽ നാളുകളിൽ ഇതിനേക്കാൾ ഉയർന്ന ജനാധിപത്യ സംവിധാനങ്ങളിലേക്ക് നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പിനെ ഇവരെത്രമാത്രം പണമൊഴുക്കി നേരിടാൻ വേണ്ടി ശ്രമിക്കും? എത്രമാത്രം പണം കൊടുത്ത് വിലക്കെടുക്കാൻ വേണ്ടി ശ്രമിക്കും? സമാനമായ രീതിയിൽ തന്നെയാണ് മറ്റത്തൂരിലും ഒരു കോൺഗ്രസിൻ്റെ വിമതനെ പിടിച്ചുകൊണ്ടുപോയതും സമാനമായ രീതിയിൽ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം അവിടെയും 50-50% ഇരു വിഭാഗത്തിനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. വടക്കാഞ്ചേരിയിലും 50% ഇരു വിഭാഗത്തിനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ ജനാധിപത്യത്തിൽ ജനങ്ങൾ നൽകിയ വോട്ടിൽ ഇരു കൂട്ടർക്കും തുല്യരായി നിൽക്കെ ആ തുല്യതയിൽ നിന്ന് അടുത്ത സമീപനം എന്ന് പറയുന്നത് ഒരു നറുക്കെടുപ്പിലൂടെ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയാണ് ഉണ്ടെന്നിരിക്കെ ആ നറുക്കെടുപ്പിൻ്റെ സാധ്യത പോലും മറ്റൊരു രാഷ്ട്രീയ മുന്നണിക്ക് അതിൻ്റെ സാധ്യത പോലും നിഷേധിച്ച് പണം നൽകി ആളുകളെ വശത്താക്കുകയാണ്. ഇത് ജനാധിപത്യ സംവിധാനത്തിന് ചേരുന്ന ഒരു സമീപനമല്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇത് CPMൻ്റെ ഉന്നതമായ നേതൃത്വം അറിയാതെ നടക്കില്ല. കാരണം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് CPIMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ഭാരവാഹിയുമാണ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമെന്ന് പറഞ്ഞാൽ CPMൻ്റെ ജില്ലയിലെ ഏറ്റവും ഉന്നതമായ ഒരു ബോഡിയിലിരിക്കുന്ന ഒരു നേതാവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ മത്സരിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിത്വം ഉണ്ടായിരുന്നില്ല. രണ്ടാമതാണ് അവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയത്. പാർട്ടിയുടെ ഉന്നതമായ നേതൃത്വങ്ങൾ ഇടപെട്ടിട്ടാണ് സ്ഥാനാർത്ഥിത്വം നൽകിയത്. അപ്പോൾ അങ്ങനെ നഫീസയെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത സ്വാഭാവികമായും CPMന് വരുന്നതിൻ്റെ കാരണം എന്താണ്? അങ്ങനെ 50 ലക്ഷം കൊടുത്തും ആ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം പിടിക്കേണ്ടുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണ്? ഇതിൻ്റെ പുറകിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആരൊക്കെയാണ്? വടക്കാഞ്ചേരി MLAയും വടക്കാഞ്ചേരിയിൽ തന്നെ മറ്റൊരു ഉന്നതനായ മറ്റൊരു MLA കൂടിയായ നേതാവും
വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ജാഫർ മാഷിൻ്റെ ഫോണിൽ ആരൊക്കെ വിളിച്ചുവെന്നും ജാഫർ മാഷ് ഏതൊക്കെ CPM നേതാക്കന്മാരെ ബന്ധപ്പെട്ടു എന്നടക്കമുള്ള അവരുടെ ഫോൺ കോളുകൾ കൂടി പരിശോധിച്ചാൽ ഈ അഴിമതി പണം ആരാണ് കൈമാറിയതെന്ന് പറയാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ സമാനമായ രീതിയിൽ തന്നെ ഒരു വെളിപ്പെടുത്തൽ കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടായി. അത് DYFIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. DYFIയുടെ ജില്ലാ സെക്രട്ടറി ഒരു വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ട് പറഞ്ഞത് CPMൻ്റെ ഉന്നതരായ നേതാക്കന്മാരെല്ലാം വലിയ വലിയ ഡീലർമാരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഡീലുകൾ നടത്തുന്ന ഉന്നത CPM നേതാക്കന്മാരൊക്കെ ഇന്ന് ഈ ജില്ലയ്ക്കകത്ത് CPMൻ്റെ ലീഡർമാരായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ഇവിടെ അഴിമതിയുണ്ടെന്നും വലിയ രീതിയിൽ ഇങ്ങനെ പണപ്പിരിവുണ്ടെന്നും വലിയ രീതിയിൽ CPMൻ്റെ നേതാക്കന്മാരൊക്കെ പണം സമ്പാദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ശരത്ചന്ദ്രൻ എന്ന് പറയുന്ന പിന്നെ DYFIയുടെ ജില്ലാ സെക്രട്ടറി പാർട്ടിക്ക് പുറത്തുപോയി. അയാൾ ഇന്ന് ബ്രാഞ്ച് കമ്മിറ്റി അംഗമോ മറ്റുമായി തരം താഴ്ത്തപ്പെട്ടു. നോക്കൂ, അങ്ങനെ ഒരു ചൂണ്ടിക്കാണി അത് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു ഫോൺ സംഭാഷണം എന്നാണ് അയാൾ തന്നെ പറഞ്ഞത്. അപ്പോൾ ഈ കച്ചവടങ്ങളൊക്കെ എത്രയോ നാൾ മുമ്പേ തുടങ്ങി. അവരുടെ കൂട്ടത്തിലെ ചെറുപ്പക്കാർ തന്നെ അതിനെതിരെ പലപ്പോഴും അവർക്കിടയിൽ ഇങ്ങനെ പുറത്തു പറയാൻ ഭയപ്പെട്ടുള്ള നടത്തിയ സംഭാഷണങ്ങളാണ് ഒന്ന് ഓഡിയോ സന്ദേശമായി പുറത്തു വന്നത്. ആ പുറത്തു വന്നപ്പോൾ ആ ചെറുപ്പക്കാരനെതിരെ നടപടിയെടുത്തു. ഇങ്ങനെ ഡീലുകൾ നടത്തിയിരുന്നു എന്ന് പറയുന്ന ആളുകൾക്കെതിരെ നടപടിയില്ല.